ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ നല്ലൊരു അടിപൊളി ഒരു ബട്ടറിൻ്റെ പത്തിരിയുടെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ ഞാൻ വൈകുന്നേരത്താണ് കേട്ടോ പാർട്ടി. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ മസാല തേച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ആദ്യം കാണിച്ചത്. പിന്നെ രണ്ടാമത്തെ ഞാൻ കാണിച്ചത് നമ്മൾ ബട്ടൂരിക്കുള്ള മാവ് റെഡിയാക്കിയതാണ്. പിന്നെ ഇത് കുറച്ച് ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള മാവ് ഇതൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വെച്ചാൽ അതിൻ്റെ ചിക്കൻ കട്ട്ലേറ്റിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാണ്. പിന്നെ ഉള്ളി കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം പണികളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ വൈകുന്നേരത്തെ ഞാൻ എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇക്കാക്കും കുട്ടികൾക്കുള്ള ചായ ഒക്കെ കൊടുക്കുക. അപ്പോൾ എന്ന് കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ താത്താക്കാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും ഇവിടെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് അവിടെ പോയി നിന്ന് കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് സ്കൂളിലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സ്കൂൾ ഇട്ടിട്ട് വരാറായിട്ടുള്ളൂ, എത്തിയിട്ടില്ല. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എന്നൊരു ഗ്രീൻ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് മോന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനോട് സംസാരിക്കലും കുക്ക് ചെയ്യലും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഒന്നിച്ചങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാന് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 പാനിലാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മറ്റൊരു പാനിലും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിന്നുവിൻ്റെ സ്കൂളത്തെ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അവൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്നൊക്കെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഒക്കെ ഒന്ന് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോക്കണം. അപ്പോൾ അത് അവർ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ. അപ്പോൾ അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അവളുടെ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് മുഴുവനായിട്ട് ഇടാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ള ആ വീഡിയോൻ്റെ സോങ് എനിക്ക് കിട്ടണമെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേറെ മ്യൂസിക് ഇട്ടിട്ട് കുറച്ച് ഭാഗം മാത്രമായിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഡോണട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതാ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഡോണട്ടിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ ഒരു വ്ളോഗിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ അത് അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിക്കനേക്കുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴും പാർട്ടിയൊക്കെ ആയിട്ടും അപ്പോൾ നല്ല പണിയല്ലേ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. എത്ര പാത്രങ്ങൾ കഴുകാനും നമ്മളെത്ര ആളുണ്ടെങ്കിലും തന്നെ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളൊരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് നമ്മളെ അനുഗ്രഹിച്ചും കൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അവരത് കഴിക്കുമ്പോഴും ഒക്കെ റബ്ബ് നമ്മളെ അനുഗ്രഹിച്ചും കൊണ്ടേയിരിക്കും. അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇക്കാണെങ്കിൽ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും കൊടുത്തയക്കുന്നതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കുടുംബക്കാർക്കാണെങ്കിലും ഫ്രണ്ട്സുകൾക്കൊക്കെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്കതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പാവപ്പെട്ടവർക്കും അതുപോലെ ഉണ്ടാക്കി കൊടുക്കണം, അതും നല്ല കാര്യങ്ങളാണ് കേട്ടോ. അതങ്ങനെ ചെയ്യുന്നതും നല്ല കാര്യമില്ല. നമ്മൾ അവർക്കുള്ള ഇപ്പോൾ എത്തിങ്ങാനയിലൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ കഴിയുന്നവരും പിന്നെ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ കുടുംബങ്ങൾ നിലനിർത്താനൊക്കെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഒന്നിച്ച് ഒന്ന് കൂടലും ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കലും ഒന്ന് കൂടുതലും സംസാരിക്കലൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഇക്കാക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ആ രീതിയിൽ തന്നെ എടുത്താൽ മതി. അങ്ങനെ ഡോണട്ട് ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ആ ഒരു എണ്ണയിൽ തന്നെ ബട്ടൂര് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോണട്ട് ആയ സമയത്ത് തന്നെ ഇഷുമോന് വന്ന് എടുത്തിട്ട് ഓരോന്നായിട്ട് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ പൊന്നു എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവളാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവ് പരത്തലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവൾ ഫ്രൈ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവളുടെ കയ്യിലായിട്ട് എണ്ണ തെറിച്ചിട്ട് പൊള്ളുണ്ടാച്ചിട്ട് എന്നാലും അവളും ഇടയിൽ ഇടുന്നുണ്ട്. ഞാൻ 2 പേരൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ റെസിപ്പി കാണിക്കാൻ പറഞ്ഞില്ല പത്തിരിയുടെ.
അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ട് അപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 കപ്പ് മൈദ ഇട്ട്, 2 ഒരേ അളവിലാണ്. നമ്മൾ എത്രയും മേടിച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന പത്തിരിപ്പൊടി ഈ കണ്ണൂർ സ്റ്റൈലിലുള്ള പത്തിരിപ്പൊടി ഇല്ലേ, അതെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, കതിറിൻ്റെ പത്തിരിപ്പൊടിയൊക്കെ, നമ്മൾ നൂൽപുട്ടൊക്കെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരിപ്പൊടി, അതും പത്തിരിയുടെ ഒക്കെ ചിത്രമായിട്ടുള്ള ഉണ്ടാവില്ലേ, അതെടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. പത്തിരിക്ക് ഓക്കെ വരും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല ബലം വെക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പത്തിരിയുടെ പൊടി എടുക്കാതെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ അതിട്ടുണ്ടാക്കാം. പിന്നെ നമ്മൾ ഇത് എന്താണ്, പാലിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പത്തിരിപ്പൊടി കിട്ടും. കടയിൽ നിന്നൊക്കെ ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പത്തിരിപ്പൊടി. അപ്പോൾ അത് വാങ്ങാൻ പറ്റുന്നവർ അത് വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യേണ്ടത്. നമ്മൾ കതിറിൻ്റെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയാലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് പാലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നു ഇവിടെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഡോണറ്റ് പൊരിച്ചു, പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ ബട്ടൂരയും പൊരിച്ചു, പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ കുഴച്ചിട്ട് ഞാനിതൊന്ന് നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്ക് എത്ര പത്തിരി അതിനനുസരിച്ചിട്ട് വലിപ്പമൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ മാവ് നമ്മൾ കുഴച്ചേക്ക് തന്നെ നമുക്ക് ഇത് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുത്താൽ മതി. അത്യാവശ്യം വലിയ വലിപ്പത്തിലൊന്നും പരത്തിയെടുക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ചെറിയ ഉരുളകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മളത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. പിന്നെ ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നൊന്ന് ചൂടായി ഒന്ന് ആവി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബബിൾസൊക്കെ ഒന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ, നല്ല പൊങ്ങി വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ പത്തിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പത്തിരിപ്പൊടി പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലിൽ ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടി ബട്ടർ തേച്ച് കൊടുക്കാം. അങ്ങനെ 2 സൈഡും തേച്ച് മറിച്ചിട്ടിട്ട് ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആ ഒരു ഗ്രീൻ ചിക്കൻ കറിയും കൂടി ആകുമ്പോൾ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ എല്ലാ പത്തിലും ഇതുപോലെ ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ അരി ഉണക്കി പൊടിപ്പിക്കുന്ന ആ ഒരു പൊടി കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ബലം വെക്കും. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ, താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഭാഗം മാത്രമായിട്ട് എടുക്കേണ്ട കേട്ടോ. അപ്പോൾ വെള്ളിയങ്കല്ല് പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇങ്ങനെ യാത്ര ചെയ്ത് ഭയങ്കര രസമാണല്ലേ. അപ്പം നിങ്ങൾ ഓട്ടോയിലാണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല 2 സൈഡിൽ നിന്നും പുറത്തുനിന്ന് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അങ്ങനെ ആസ്വദിച്ച് പോവാണ് കേട്ടോ. എനിക്ക് രാത്രിയൊക്കെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ മിന്നുൻ്റെ ആ ഒരു ഡാൻസിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിൽ എത്തി. പിന്നെ ലൂഫി പ്രസവിക്കുന്ന സമയത്തുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം ലൂഫിനെയൊക്കെ നോക്കി അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. Senga bo'lgan xumarim alda suratingga qarab qoldim bilsang yurak qilmoqsa talab bugun seni juda sog'indim hasratimga dengizlar guvoh osmondagi yulduzlar guvoh
Sağınışım bo'lsa da günah Bugün seni juda sog'indim Sog'indim bu